ഞാനേ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി പറഞ്ഞു തരട്ടെ. അപ്പോൾ അതാണ്ടേ ചെറുപയർ പരിപ്പ് ഇതുപോലൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കണേ. ഇനി അത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളവും ചേർത്ത് ഒരല്പം ഉപ്പും ചേർത്ത് കുക്കർ അടച്ച് വെച്ച് നല്ലപോലെ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. അണ്ട് ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കുറച്ച് ചെറിയ ജീരകം ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും സവാള അരിഞ്ഞതും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കേ ഇനി ഇതിലേക്ക് ഒരു തക്കാളിൻ്റെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും ഇനി അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ക്യാരറ്റ്, അത്യാവശ്യം വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതാണ്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കണം. ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ ക്യാരറ്റൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്ന് വേവിച്ചെടുക്കണം. ഇതുപോലെ വെന്ത് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പുണ്ടല്ലോ അതും ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു കൂട്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പരിപ്പ് കൂട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ഇനി ഇത് ടേസ്റ്റിയാണ്. നോക്കിയിരിക്കാതെ ചോറിന്റെ കൂടെ അങ്ങോട്ട് വെച്ച് കഴിച്ചാൽ മതി. ഇത് മാത്രം ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെന്നുള്ളവർ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ എങ്ങനെയാ ട്രൈ ആക്കല്ലേ?